ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നിരിക്കുകയാണ്. എനിക്ക് പനിയാണ്, അത് മാറി ഇപ്പം ചുമയിൽ നിൽക്കുകയാണ്. ചുമ എന്ന് പറഞ്ഞാൽ നല്ല ചുമയാണ്. അപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ ഞാൻ ചുമയ്ക്കും. അതല്ലേ ഇതാണ് അവസ്ഥ കേട്ടോ. ഞങ്ങൾ തുലിപ്പ് ഫാമിലേക്ക് പോയിരുന്നു ഇവിടെ. അപ്പോൾ കുറേ പൂക്കൾ കിട്ടി, അത് വാടി തുടങ്ങാറായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അത്യാവശ്യം നല്ല പൂക്കളായിട്ടുള്ള ഇരിക്കുന്നതെല്ലാം എടുത്ത് നമ്മൾ പ്രിസർവ് ചെയ്യാൻ പോകണം. പ്രിസർവ് ചെയ്യാനുള്ള ഈ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫ്ലവർ ഡ്രൈയിങ് സിൽക്ക. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാത്രങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചതും പിന്നെ മറന്നുപോയി. എന്നെ വെക്കണം അല്ലെങ്കിൽ ചീത്തയായി പോവും. സോ ഞാനിവിടെ കേക്ക് കഴിച്ചൊരു പാത്രമുണ്ട്. അപ്പം അതിലുണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഞാനിവിടെ ഹെവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബുദ്ധി തോന്നിയത്. സോ നമ്മൾ പ്രിസർവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പാക്കറ്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. സിൽക്ക ജെൽ, ഫ്ലവർ ഡ്രൈ സിൽക്ക ജെൽ. എന്താണ് മാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊക്കെ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ ഇത് മാംഗോൻ്റെ സാധനം വെച്ചത്. അതിനധികം വ്യൂസും ഇല്ല ലൈക്സും ഇല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ശരിയാവുമായിരിക്കല്ലേ. അപ്പോൾ ഇതാണ് സിൽക്ക ജെല്ല്. നമ്മൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടാ. പഞ്ചസാര പരിപോലെ ഇരിക്കുന്നു. ഫോക്കസ് ആവോ? അയ്യോ കണ്ടാ കണ്ടാ. ഇതാണ് സാധനം. അപ്പോൾ നമുക്കത് ട്രെയിലേക്ക് ഇടാം. അത് ഞാൻ ഈ ട്രെയ്ക്ക് ഓട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ എല്ലാം കൂടി ഇവിടെ ഒരു ഇതാവും. ഇല്ല, ഓട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഈ ട്രെയിലേക്ക് ഇടാം. എല്ലാം വേണ്ടല്ലേ, കുറച്ച് മതി. നല്ല ചുമയിരുന്നില്ല അർത്ഥാവേ. നമുക്ക് ആദ്യം ഒരു ലെയർ ഇടാം. അത് കഴിഞ്ഞിട്ട് പൂക്കളിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽക്കോടെ അടുത്ത ലെയർ. ഇതുണ്ടല്ലോ, ഞാനൊരു പിന്നെ ഓർക്കിഡ് ഇതുപോലെ ചെയ്തിട്ട് ആ ഓർക്കിഡ് എന്താ പറയുക, കമ്മലാക്കണോ, ചെയിനാക്കുന്നു, ചെയിൻ്റെ ലോക്കറ്റ് ആക്കുന്നു. ഓ, അത് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്ത് നമ്മളിപ്പോൾ പ്രിസർവ് ചെയ്യാണ്. ചമ്മന്തി കൊണ്ടേ പോവും. ഉള്ളതിൽ നല്ലൊരു പൂ നോക്കാം. ഈ എല്ലാം നല്ല രസമല്ലേ. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ പേര് വെച്ച് നോക്കിയാൽ കാണില്ല. ഞാൻ പേര് മാറ്റി വെച്ചേക്കാണ് ഗൈസ്. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് നല്ല വ്യൂസൊക്കെ കിട്ടുമോ? എൻ്റെ പേരും എൻ്റെ മുഖമൊക്കെ റിവീൽ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾക്ക് ഇതൊക്കെ കണ്ടാൽ മതി. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂവാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കിത് ആദ്യം വയ്ക്കാം. ഇങ്ങനെ വയ്ക്കണ്ടേ? ഇങ്ങനെ വയ്ക്കണോ ഇങ്ങനെ വയ്ക്കണോ? ഇങ്ങനെ ചതയ്ക്കാൻ പറ്റുമോ? നമുക്ക് ഈ ഒരു തണ്ട് കുറച്ചൊന്ന് നമുക്ക് പൂ മാത്രം മതിയല്ലോ. സോ ദിസ് ഈസ് ദ ലുക്ക്. എൻ്റെ മുകളിലൂടെ നമുക്ക് അയ്യോ ഒരു പൂവിൽ വയ്ക്കാനുള്ള സ്ഥലമല്ലേ ഇരിക്കുന്നത്. വണ്ടി ഇത് വേണ്ട, ഇതാണ് നിൽക്കട്ടെ. ഇത് വയ്ക്കാം. ഈ പൂ ഇങ്ങനെ ഇടാം. ഈ പൂ ഇങ്ങനെ ഉണ്ട്. ഇത് വയ്ക്കാമല്ലേ അടുത്തത്. ഈ തണ്ടോടുകൂടി വയ്ക്കാമല്ലേ. ഗൈസ് നോക്കൂ ഗൈസ്, ഇതിനും നല്ല വേണം കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ആൻഡ് ഇനി വല്ല നല്ലതുണ്ടോ? മഞ്ഞപ്പോൾ ഒരെണ്ണുണ്ട്, അത് മതി. ഇവിടെ കണ്ടാ വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് ലെവൻഡർ കളർ ഭയങ്കര ഇഷ്ടം. ഇത് മതി. ഇങ്ങനെ വയ്ക്കണ്ട, ചതഞ്ഞ് ചമ്മന്തിയാകുമോ എന്നൊക്കെ പേടി. ഇനി കുറച്ച് പെറ്റൽസ് വയ്ക്കാമല്ലേ. 2 പെറ്റൽസ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് പൊട്ടിക്കാൻ നല്ല വിഷമൊക്കെ ഉണ്ട്. എന്നാലും അയ്യോ അങ്ങനെ പറഞ്ഞു പോകും. എല്ലാം വയ്ക്കാം. എന്തായാലും ചീത്തയായി പോകും. അപ്പോൾ ഞാനിങ്ങനെ പ്രിസർവ് ചെയ്യാൻ പൊട്ടിച്ച് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. നിങ്ങൾ ആരെന്നെ ജഡ്ജ് ചെയ്യല്ലേ. ഇത് ക്രൂരയാണെന്ന് വിചാരിക്കരുത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. പൊടി വിളിച്ചിട്ടെ എല്ലാവരും ചേരെല്ലാം ഇതിലൂടെ വയ്ക്കാം. ഏതാ നന്നാവാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഷൂ ഈ ചുമന്തി കൊണ്ടേ പോവും. ഇത്ര നാളെന്ന് പറയുന്നത് ഈ ചുമക്കാൻ തുടങ്ങിയിട്ട്. ഓപ്പ് ഓരോന്നായിട്ട് സ്ഥലമുള്ളിടത്തൊക്കെ കയറി ഇരിക്കും കുട്ടികളെ എന്ന് പറയുന്ന പോലെ. എന്തായാലും എനിക്ക് പ്രാന്തേനാ തോന്നുന്നത്. ഓക്കെ, ഇനി ഇത് പൂവിൻ്റെ എടുക്കും. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ വിരിഞ്ഞപ്പോൾ ഒരു ഭംഗി പോയി. നമുക്ക് വേറെ ഇതിലും കൂടെ ഇട്ട് വയ്ക്കാം. ഏത് കളർ നെക്സ്റ്റ്? ഇത് നല്ല രസമല്ലേ. ഹെയർ അറിഞ്ഞിട്ടോ, പുറകെ കൊഴിയും. ഇത് കണ്ടോ, ഇതിങ്ങനെ മുട്ടായിട്ടിരിക്കുമ്പോൾ കേട്ടോ രസം. എൻ്റെ 2 ലീഫ് ഞാൻ എടുക്കുകയാണ്. 2 ലീഫല്ല, 2 ഇതെല്ലാം പെറ്റൽസ്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. 3 എടുക്കാമല്ലേ. 3 നല്ല രസമുണ്ട്. 3 എടുത്തു. ഇതിലെല്ലാം കൂടിയിട്ട് കൊളാക്കണ്ട. അപ്പോൾ ഇനി എല്ലാം കൊഴിയാലാർക്കാറേ. ഇതിൽ നിന്ന് 2 കൂടി ഞാൻ എടുക്കുകയാണ്. ഇതൊക്കെ ഭംഗി പോയിന്നേ.
ഇപ്പോൾ ഭംഗിയിലേക്ക് മുട്ടായിട്ടിട്ട് തനി മുട്ടായിട്ടാണ് ഞാൻ പറിച്ചത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഭംഗി. ബാക്കിയെല്ലാം അസ്ഥിവാരം ആയി തുടങ്ങി. ഇതും രസമൊക്കെ ഉണ്ട്. ഇതിൻ്റെയും ഒരു പറ്റില്ല കാര്യമുള്ളൂ. ബാക്കിയെല്ലാം കണക്ക്. നെക്സ്റ്റ് ഫ്ലവർ. ഇത് നല്ല രസമുണ്ടല്ലേ. ഇത് നമുക്ക് വയ്ക്കാം. എനിക്ക് പട്ടുപാടാനുള്ള കഴിവൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. സൂത്രം കാണിച്ചു തരാമേ. ഈ കുട്ടിയിൽ പൊളിയല്ലേ. അയ്യോ ഇതിൻ്റെ ഫോണ് വീണു. നെക്സ്റ്റ് ഇത് ഇതിൻ്റെ പെറ്റൽസ് എടുക്കാം. ബാക്കിയെല്ലാം ചീത്ത വരാം. 1 2 3 4 എണ്ണം എടുക്കാണ് ഇതിൻ്റെ. 1 2 3 and 4 5 5 എണ്ണം. സോ ഇതെല്ലാം വേസ്റ്റ്. ഇത് നല്ലതല്ലേ. ഇത് വയ്ക്കാം. കിട്ടിയതാണോ? നമുക്ക് ഈ പെറ്റൽസ് ഒക്കെ ഒരു പാത്രത്തിലും ഫ്ലവേഴ്സ് ഒക്കെ ഒരു പാത്രത്തിലും ഒക്കെ എങ്ങനെ ഇരിക്കുന്നത് ഐഡിയ കൊള്ളാതെ. ഒക്കെ ശരിയല്ല. റെഡിയല്ലേ? ഇല്ല ഇരിക്കും. 4 ഫ്ലവറാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത്. അതിൽ ഇടയിലുള്ള സ്ഥലത്ത് നമുക്ക് ചെറിയ പെറ്റൽസുകൾ വയ്ക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഫ്ലവർ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവുമോ? പക്ഷേ വേണ്ട, വലിയ കൺജസ്റ്റഡ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ സ്പേസിലൊക്കെ ഇരുന്നോട്ടല്ലേ ഒരു. സോ ബാക്കിയുള്ള സ്ഥലത്ത് പെറ്റൽസ് ഇടാം. നിങ്ങളൊരു യൂട്യൂബറിനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന നല്ല രസമല്ല ആളുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണോ അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ഫിറ്റ് ബാച്ചിടാൻ പോകും. ഇത് റീയൂസബിൾ ആട്ടോ. ഇതിൽ നമുക്ക് എത്ര ഇടാം. സാറ്റിസ്ഫാക്ഷൻ ഇനി ഞാൻ പറയണേ. അയ്യോ നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് എത്ര ദിവസം വെക്കണം എൻ്റെ ലേഡിയില്ല. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ. ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആരെങ്കിലും ചോദിക്കണം കമൻറ്റ് ബോക്സിൽ, എന്നാലും ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇത്രേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. കമൻറ്റ് ബോക്സിൽ എത്ര പേര് ചോദിക്കുന്നു ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഞാൻ അതിൽ അപ്ഡേഷൻ വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലേ ഞാൻ തരുള്ളൂ. ഓക്കെ. ഞാൻ ഇത്തിരി ജാടുള്ള ടൈപ്പാണ്. അപ്പോൾ പറയും നീ ജാട വെച്ച് നീ എന്നെ പോയിരിക്കും അവിടെ മുക്കി പോയിരിക്കുന്നൊക്കെ പറയരുത്. നിങ്ങൾ ചോദിക്കണം പ്ലീസ്. ഈ പറ്റനോട് ഞാൻ എൻ്റെ ഇടയിൽ ഇടാൻ പോകും. അവളുടെ ചുമ അവളുടെന്ന് വയ്ക്കും. പക്ഷേ എനിക്ക് എന്തോന്ന് നല്ല മൂട വീഡിയോ ഇടാം. സോ ഞാൻ വീഡിയോ ഇടുന്നു. ഇത്ര തന്നെ. അതും ഇതന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന് ചെയ്തില്ലെങ്കിൽ നീ പൂക്കളുടെ അസ്ഥിവാരം ഇരിക്കും. എന്നിട്ട് പിന്നെ ഈ വീട്ടിലുള്ള മനസ്സിലാക്കി കിട്ടും. അപ്പോൾ പിന്നെ കയ്യോടെ ഇട്ടാന്ന് വെച്ചു. ഞാൻ മിക്കതും ഇതിലിട്ടേക്കും. ഈ കവറിലാണ് ബാക്കി പെറ്റൽസ് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. വേറെ പാത്രം എടുത്ത് കഴുകാനൊന്നും വയ്യ. അപ്പോൾ ഓക്കെ ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.